നമസ്കാരം. ഞാൻ മിയാൻറ്റിലോ അലങ്കാർ ബുട്ടിക്കിൽ നിന്നും അലങ്കാർ ബുട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നു അതുപോലെ തന്നെ മാളയിലും ആട്ടോ ഉള്ളത്. മാളയിൽ നമ്മുടെ സ്റ്റോർ വരുന്നത് പള്ളിയുടെ ഒക്കെ അടുത്തായിട്ട് മെയിൻ റോഡിൽ തന്നെ പള്ളിയുടെ ഒക്കെ അടുത്തായിട്ട് യൂണിയൻ ബാങ്കിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് അമുക്കൻ ആർക്കേഡ്. അമുക്കൻ ആർക്കേഡിൽ ലാസ്റ്റ് വരുന്ന ഷോപ്പാണ് അലങ്കാർ ബുട്ടിക്ക് വരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ്. സൽവാർ മെറ്റീരിയൽസിന്റെ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ്. എപ്പോഴും നമ്മൾ അധികവും സാരീസ് ആയാലും സൽവാർ മെറ്റീരിയൽസ് ആയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ആണ് നമ്മൾ കാണിക്കാറ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻസ് കാണിക്കാനായിട്ട് റിക്വസ്റ്റ് വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു 2000 to 3000 ഇടയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് വേഗം തന്നെ സെറ്റ്സ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തെ നമ്മുടെ സെറ്റ്സിൽ ഫസ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ലൊരു പിസ്ത ഗ്രീൻ പ്ലസന്റ് ഷെയ്ഡിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ബേസ് ഫാബ്രിക് വരുന്നത് സെമി ജൂട്ട് ആണ്. ഇതിന്റെ ബേസ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡി കാണുന്നത് ത്രെഡ് വീവിങ്സ് ആണ്. ഫുൾ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിയിലത്തെ പോർഷൻ ഇതുപോലെ കുറച്ച് ഹെവി ത്രെഡ് വർക്കും ഒരു ലേസ് ഫിനിഷിംഗും ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഫുൾ ഇതുപോലത്തെ ഈ ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വേറൊരു ഹൈലൈറ്റ്, നല്ല പ്യോർ ഓർഗൻസയിലാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ വർക്ക് ആണ്. ഇതിന്റെ ഈ ഒരു ബോർഡറിലേക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും അതുപോലെ തന്നെ ലേസ് ഫിനിഷിംഗും, ബോർഡറിൽ ലേസ് ഫിനിഷിംഗും വന്നിരിക്കുന്നത്. മറ്റേ ബോർഡറിൽ അതുപോലത്തെ നേരത്തെ ഈ ബോർഡറിലുള്ള പോലത്തെ അത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ഇല്ല, ലേസ് ഫിനിഷിംഗ് ആണ്. ഓൾ ഓവർ ദ ബോഡി ചെറിയ ചെറിയ വർക്കും വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് അതുപോലെ തന്നെ ടോപ്പും ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 2395. സെമി ജൂട്ട് സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് കോമ്പിനേഷൻ. എല്ലാം ഇതിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ത്രെഡ് വീവിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ താഴേക്ക് പോകുന്നതോറും ഇതുപോലത്തെ ഹെവി എംബ്രോയിഡറിയും വിത്ത് ലേസ് ഫിനിഷിംഗ് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത് ഉള്ള സെറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്യൂർ ഓർഗൻസൈഡ് ദുപ്പട്ടയാണ്. വൺ സൈഡഡ് ഹെവി എംബ്രോയിഡറി, മറ്റേ സൈഡിലേക്ക് എംബ്രോയിഡറി ഇല്ല. ഓൾ ഓവർ ദ ബോഡി എംബ്രോയിഡറി ഉണ്ട്. ഹെവി എംബ്രോയിഡറി വൺ സൈഡിലേക്കാണ് വരുന്നത്. ലേസ് ഫിനിഷിംഗും ഉണ്ട്. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലത്തെ സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 2395. സെമി ജൂട്ട് സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിലേക്കാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്. ത്രെഡ് എംബ്രോയിഡറി ആണ് ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. താഴെ പോർഷനിലേക്ക്, ദാമൻ പോർഷനിലേക്ക് ഇതുപോലത്തെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ബോർഡറും ത്രെഡ് വർക്കും അതുപോലെ തന്നെ ലേസ് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യോർ ഓർഗൻസയിലാണ്. ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ തീരെ ഫ്ലെക്സിബിൾ അല്ലാത്ത ഓർഗൻസ അല്ല കേട്ടോ. ഇത് നല്ലോണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓർഗൻസയാണ്, പ്യോർ ഓർഗൻസ. ഒരു സൈഡിൽ ഫുൾ ത്രെഡ് എംബ്രോയിഡറി, മറ്റേ സൈഡിൽ ഇതുപോലത്തെ ഇടവിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. ലേസ് ഫിനിഷിംഗ് ആണ് ഓൾ ഓവർ ദ ബോർഡേഴ്സ്, 4 ബോർഡേഴ്സിലും വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സാറ്റൻ സിൽക്കിന്റെ സെയിം കളറിൽ തന്നെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ നല്ല എലഗന്റ് ആൻഡ് ക്ലാസി ആയിട്ട് നമുക്ക് ഇട്ട് പോകാം കേട്ടോ. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള സെറ്റ് ആണ്. പ്രൈസിംഗ് വരുന്നത് 2395. ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സെറ്റ് വരുന്നത് എങ്ങനെയാട്ടോ, ഇത് സെമി റോ സിൽക്കിലാണ് വരുന്നത്. റോ സിൽക്കിന്റെ അതേ ലുക്കിലാട്ടോ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഫുൾ പേൾ വർക്കും അതുപോലെ ത്രെഡ് വർക്കും മെഷീൻ എംബ്രോയിഡറിങ്, ഇത് മൂന്നും കൂടിയാണ് വന്നിരിക്കുന്നത് ഈ യോക്ക് പോർഷനിൽ. താഴെ പോർഷനിൽ ബോഡി ഓൾ ഓവർ ആയിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത്, ഒരു 51 ഇഞ്ചസോളം ലെങ്ത് വരുന്ന ടോപ്പാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. നല്ല ഇപ്പോൾ ചിലവർക്കൊക്കെ ഒരു 46, 47 അല്ലെങ്കിൽ 48 ഒക്കെ കുറവാണെന്ന് തോന്നുന്നവർക്ക് ഇത് നല്ലോണം ലെങ്ത് ഉള്ള, വിത്തും ലെങ്ത്തും നല്ലോണം ഉള്ള ടോപ്പാണ്. ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരെ പ്യൂർ ഓർഗൻസയിലാണ്. ഓർഗൻസയില് ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയുടെ പ്രത്യേകത ഇതിന്റെ എൻഡിങ്സിലായിട്ട് ഇതുപോലത്തെ സീക്വൻസ് ഫിനിഷിംഗും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സീക്വൻസ് ഫിനിഷിംഗ് ആണ് ഇതിന്റെ എൻഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഷാൻഡ്രൂന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. നല്ല ഫംഗ്ഷൻ വെയറൊക്കെ നമുക്ക് ക്ലാസി ആയിട്ട് ഇട്ട് പോകാൻ പറ്റിയ സെറ്റാണ്. പ്രൈസിംഗ് വരുന്നത് 2895. സെമി റോ സിൽക്ക് സെറ്റില് നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഒരു ആഷ് ഷെയ്ഡിലേക്ക് കേട്ടോ, ഒരു ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ആഷ് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഇതിൽ പേൾ വർക്ക് വന്നിട്ടുണ്ട്, ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്, അതുപോലെ മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുണ്ട്.
ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ മെഷീൻ എംബ്രോയിഡറി ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സെറ്റാണ്. 51 ഇഞ്ചസോളം ഉണ്ട് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയും നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഓർഗൻസൈഡ്, പ്യുർ ഓർഗൻസൈഡ് ദുപ്പട്ടയാണ്. ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അടിയിൽ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂണിന്റെ ബോട്ടം ആണ് കേട്ടോ. സെയിം ഷെയ്ഡിലേക്ക് തന്നെയുള്ള ഷാൻറ്റൂണിന്റെ ബോട്ടം ആണ്. പ്രൈസിംഗ് വരുന്നത് 2895. ഇന്നത്തെ നമ്മുടെ പ്രീമിയം കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സെറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ചന്തേരിയാണ് ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത്. ദുപ്പട്ട വരുന്നത് സെമി ജ്യൂട്ട് ആട്ടോ. ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ്. സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. ഇതിന്റെ ബോഡി ഓൾ ഓവർ നമുക്ക് നോക്കിയാൽ അറിയാം പ്ലെയിൻ അല്ല, ഒരു ഷാഡോ പ്രിന്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ബോർഡർ പോർഷനിലേക്കാണെങ്കിൽ താഴത്തെ ബോർഡർ പോർഷനിൽ ഇതുപോലത്തെ ഒരു ഫിനിഷിംഗും ആണ് വന്നിരിക്കുന്നത്. ബാക്കും സെയിം ആ ഒരു ഷാഡോ പ്രിന്റ് പോലെയാണ് ബാക്ക് പോർഷനും വന്നിരിക്കുന്നത്. ബാക്ക് പോർഷന്റെ അടിഭാഗത്തേക്ക് ആയിട്ടായാലും ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രിന്റ് താഴേക്ക് വരാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്ലീവൻസിൽ വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. കാണാൻ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ലെങ്ത്തും ഓൾമോസ്റ്റ് 51 ഇഞ്ചസ് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി ജൂട്ടിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള സെമി ജൂട്ടിന്റെ ദുപ്പട്ടയാണ്. നമുക്ക് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് കേട്ടോ. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഷാൻറ്റൂണിന്റെ ബോട്ടമാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയർ അല്ലാണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കാതെ നമുക്ക് നല്ല ക്ലാസി ആയിട്ട് അത്യാവശ്യം വർക്കൊക്കെ ആയിട്ട് നമുക്ക് നന്നായി ഇട്ട് പോകാൻ പറ്റാവുന്ന ഒരു സെറ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 2950. ഇന്നത്തെ നമ്മുടെ കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ചന്തേരിയാണ് ടോപ്പ് വരുന്നത്. യോക്ക് പോർഷൻ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ടുള്ള യോക്ക് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലേക്ക് ചെയ്തേക്കുന്നത്. നല്ല പ്ലസന്റ് പീച്ച് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ഷാഡോ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. താഴെ പോർഷൻ വരുമ്പോൾ ഒരു ചെറിയ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പാനലിംഗ് പോലെ വന്നിട്ടുണ്ട്. പാനലിംഗ് അല്ലാതെ ആക്ച്വലി പ്രിന്റ് തന്നെയാണ്. ഇതിന് ബോട്ടം വരെ സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഷാൻറ്റൂണിന്റെ ബോട്ടം ആണ് ഇതിന് വരെ. ദുപ്പട്ട വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി ജൂട്ടിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡർ പോർഷനിലെ വർക്കിന് പ്രിന്റിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാണ് ബോർഡർ പോർഷനിലെ പ്രിന്റ് വരുന്നത്. പിന്നെ ഇതിന്റെ ബോഡി പോർഷനിലെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആണ്. ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസിംഗ് വരുന്നത് 2950. ഇന്നത്തെ കളക്ഷൻസിൽ വേറൊരു സെറ്റ് ഓഫ് കളക്ഷൻ വന്നിരിക്കുന്നതാണ് ഇതിങ്ങനെ. ഇതിന്റെ സെമി ജ്യൂട്ട് ആണ് ഫാബ്രിക് വരെ. ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും ഫാബ്രിക് വരെ സെമി ജ്യൂട്ട് ആണ്. ഇതിന്റെ യോക്ക് പോർഷനിൽ ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ഒറിജിനൽ മിറർ ആണ് വന്നിരിക്കുന്നത്. മിറർ വർക്കും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സും ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ പ്രിന്റുകൾ ഉണ്ട് കേട്ടോ. ഓൾ ഓവർ താഴെ വരെ ഇതുപോലത്തെ പ്രിന്റ് ആണ്. താഴെ ഭാഗത്തേക്കായിട്ട് കുറച്ചും കൂടെ ഭയങ്കര വലുതല്ല, പക്ഷെ കുറച്ചും കൂടെ ഇങ്ങനെ നീളത്തിലുള്ള പ്രിന്റ്സ് വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ആ ഒരു പ്രിന്റ് ബാക്ക് പോർഷനിലേക്കും വരുന്നുണ്ട് കേട്ടോ. നല്ലോണം സ്റ്റിഫ്നെസ് ഒന്നും ഉള്ള ക്ലോത്ത് അല്ല, നല്ലോണം ഒഴുകി കിടക്കുന്ന ക്ലോത്ത് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ടോപ്പിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയുടെ ഓൾ ഓവർ വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ എൻഡിങ്സിൽ ഇങ്ങനെയുള്ള ആ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരെ സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഷാൻറ്റൂണിന്റെ ബോട്ടം ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ക്ലാസി ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. പ്രൈസിംഗ് വരുന്നത് 2895. സെമി ജൂട്ട് സെറ്റ്സില് നെക്സ്റ്റ് ടൈപ്പ് അല്ല, സെയിം നേരത്തെ കാണിച്ച അതേ ടൈപ്പ് തന്നെ, കളർ വേരിയേഷൻ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ സിമിലർ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രിന്റ് ആണ് താഴെ ഏറ്റവും അടിയിലത്തേക്ക് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷനിലായാലും ഇതിന്റെ ഇതുപോലത്തെ പ്രിന്റുകളാണ്. ബാക്കിലേക്ക് ചെറിയ ചെറിയ പ്രിന്റ്സ് ആട്ടോ വന്നിരിക്കുന്നത്. പ്ലെയിൻ അല്ല വന്നിരിക്കുന്നത്. പലരും നമ്മളോട് പറയാറുണ്ട് ഈ പ്ലെയിൻ ബാക്ക് വേണ്ട, അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ ആയാലും യോക്കിൽ മാത്രം വർക്ക് ആയിട്ട് പ്ലെയിൻ ബോഡിയിൽ വരുന്നത് ഇഷ്ടമില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് യോക്ക് പോർഷനിലേക്ക് ഹെവി വർക്കും ഓൾ ഓവർ ദ ബോഡി പ്രിന്റും ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഈ സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഇത് ഓൾമോസ്റ്റ് റൗണ്ട് ഒരു ഡാർക്ക് ബേജ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ആ സെയിം ഷെയ്ഡിലേക്ക് തന്നെ ഷാൻറ്റൂണിന്റെ ദുപ്പട്ടയാണ് ബോട്ടമാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസിക് പ്യൂർ ജൂട്ടിന്റെ അതേ ലുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. പ്രൈസിംഗ് വരുന്നത് 2895. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ താഴെയുള്ള ടൈറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്.